ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നത്തെ വിഷയം, ഇപ്പോൾ നാട്ടിൽ നമ്മളെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും പല കൊലപാതകങ്ങൾ, അടിപിടി എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോരുത്തരെ മൊബൈലിലെടുത്തതും അതൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നതല്ലേ, റീൽസായിട്ടും അതും ഇതും. ഇപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഏതോ റൂമിൽ അടി നടക്കുന്നു, ഒരാളെ മുകളിൽ നിന്നിട്ട് അടിച്ച് വന്ന് വെള്ളമടിച്ച് ഒരാളെ താഴെ കൂടെ കറങ്ങി വന്നിട്ട് അവനെ തെറി വിളിക്കുന്നു, അവൻ മുകളിൽ നിന്നിട്ട്. അപ്പം വേറൊരുത്തർ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു, ഒരാൾ ഇറങ്ങി പോകുന്നു, ഒരുത്തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ പിടിച്ച് മാറ്റിയിരുന്നെങ്കിൽ പ്രശ്നം. അപ്പോൾ മുകളിൽ നിന്ന് പുള്ളിയെ ചവിട്ടി താഴെ ഇട്ടു, കയറി നിന്ന് ചവിട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും മൊബൈലിൽ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് മനുഷ്യരാണല്ലേ, എന്ത് മനുഷ്യരാണ്. റൂമിലാണ്, സ്വന്തം അടുത്ത് കിടക്കുന്ന ഒരാളാണ്, ആ വയസ്സായി ഇത്തിരി പ്രായമുള്ള ആളാണ്. ശരി, പുള്ളി ചീത്ത വിളിക്കുക എന്ത് ചെയ്തിട്ടുണ്ടാവും, പിടിച്ചു മാറ്റിയിട്ട് അത് ഇല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ് രമ്യതയിലെത്തിക്കണ്ടേ. ഇവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ചത്താലും അത് ഷൂട്ടിങ്, എന്നിട്ടത് വീഡിയോ ആയിട്ട് ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഇപ്പോൾ കൊല്ലത്ത് നടന്ന കണ്ടില്ലേ, ഇത്രയും ആൾക്കാരൊരു ഗാനമേളയും ഒക്കെ നടന്ന് എത്ര ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനെ അടിച്ചിട്ട് സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും അനങ്ങുന്നില്ല. അപ്പോൾ അത് വേറൊരു പാവപ്പെട്ട ഒരാൾ, ആക്രി പറക്കുന്ന ഒരാളെന്നാണ് പറയുന്നത്. അത് അടിച്ചിട്ട് അവർക്ക് മുന്നോട്ട് വന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഇരിക്കുന്ന ആണുങ്ങൾ ഒത്തിരി പേരുണ്ട്, അവർക്ക് കൂട്ടത്തോടെ വന്നൊന്ന് ചോദിച്ചൂടെ, അവനെ അടിക്കണ്ട, പോലീസ് പിടിച്ചു കൊടുത്താലും മതിയല്ലോ. എന്നിട്ട് പോലീസിനും കേസ് എടുക്കില്ല, അത് സാധാരണക്കാരല്ലേ, അത് കേസ് കൊടുക്കാറില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് കേസ് എടുത്തെന്നുള്ള രീതിയിൽ അറിഞ്ഞു. അല്ല, ഞാൻ പറയുന്ന ആരെയും ഇപ്പം പോലീസിനെ കുറ്റപ്പെടുത്തുക ഒന്നുമല്ല, അവർക്കും കേസ് കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്ന് മുന്നോട്ട് പോയി ചോദിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതിനും വീഡിയോ എടുക്കാനും ഒക്കെ എല്ലായിടത്തും. അതുപോലെ തന്നെ ട്രോണ്ടത്ത് നടന്ന കൊല, ഒരാളെ അടിച്ചു പോകുന്നത്, അതും വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ പോയി ആ പയ്യന്മാരെ ഒന്ന് പറഞ്ഞൊന്ന് ശാന്തരാക്കുകയോ, ശരി പറഞ്ഞൊന്ന് പിടിച്ചു മാറ്റുകയോ ചെയ്തിരുന്നെങ്കിൽ അവനെ കുറച്ച് ഇടിയിട്ടിട്ട് അത് രക്ഷപ്പെട്ടനെ, അതും മരിച്ചു. അതൊരു സാധാ ഒരു വീട്ടിലെ ഒരു അത്താണിയായിരിക്കും, ആ വീട്ടിൽ അത് ആ ജീവനും പൊലിഞ്ഞു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് ലോകത്ത് നടക്കുന്നതെന്നറിയില്ല. ഇപ്പം നമ്മൾ ഇന്നാളെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയിൽ തന്നെ കണ്ടില്ലായിരുന്നോ, വാഴ എന്നുള്ള, അതിൽ പറയുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങൾ. അത് അടിച്ചിട്ട് ആ പോലീസുകാരൻ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ, അത് അടിച്ചു കഴിഞ്ഞാൽ, ലഹരി അടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഇതും അതെല്ലാം. ഇനിയുള്ള യുവാക്കളെങ്കിലും നിങ്ങളെല്ലാം ആലോചിക്കേണ്ടത്, നമ്മളെന്തെങ്കിലും വെള്ളമടിച്ചൊക്കെ ചെയ്യുന്ന ഓരോ തെറ്റ്. ഇപ്പം രണ്ടുപേരും ചേട്ടനും അനിയനാണ്, അത് രണ്ടുപേരും ജയിലിൽ പോയില്ലേ. പിറ്റേന്ന് അവർക്കൊരു എന്താണ്, ആ കെട്ടെല്ലാം ഇറങ്ങിയപ്പോൾ അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിൽ കാണും. എന്തായി, ഇപ്പം ജയിലിൽ പോയോ, അവൻ മരിച്ച അവൻ്റെ കുടുംബത്തിനും ഇല്ല, ഇവരെ കുടുംബത്തിലും ഇല്ല.